STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകൽ പദ്ധതി KC കാൾക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. മതിലകം OLFGH സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക രക്ഷാകർതൃ സംഗമം നടത്തി. കൊപ്രക്കളം ഹെറിറ്റേജ് ഹോട്ടലിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകൽ പദ്ധതി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. രാജ്യസഭാ അംഗം CP നാരായണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വീടും ഭൂമിയും അത്തരക്കാരെ കണ്ടുപിടിച്ച് അവർക്കെല്ലാം ഭൂമിയും അതിലൊരു വീടും നൽകുക എന്ന പരിപാടി നമ്മൾ തുടങ്ങിയിട്ട് പ്രധാനമായി. ഇനിയും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ പലതവണ കണക്കെടുക്കുമ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ലക്ഷ്യമുള്ളൂ. ഞാൻ ഒരു 4 വർഷം മുമ്പ് വരെ 4 വർഷം മുമ്പ് വരെ ഇവിടുത്തെ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായിരുന്നു. ആ കാലത്ത് ഞങ്ങൾ പലതവണ ഇതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിൻ്റെ ഒരു കണക്കുണ്ട്. ആ കണക്ക് മുഴുവൻ ശരിയല്ല എന്ന് പഞ്ചായത്തുകൾ പറഞ്ഞു. പഞ്ചായത്തുകൾ ചിലതിൻ്റെ കണക്ക് അതിശയോക്തിപരമാണെന്ന് ഞങ്ങൾ കണ്ടു. പക്ഷെ എങ്കിലൊക്കെ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ പരമാവധി 6 ലക്ഷം വീടുകൾ കൊടുത്താൽ കേരളത്തിലെ അന്നുള്ള എല്ലാ കുടുംബങ്ങൾക്കും വീടായി എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷെ അതിൽ ചില പ്രശ്നങ്ങളൊന്നുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി U നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, അഫ്സ ഉഫൂർ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PM അഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KR ഹരി, PS ഷാഫി, രത്ന ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മതിലകം OLFGH സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക രക്ഷാകർതൃ സംഗമം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളെ വളരെ കുറവാണ് കാണുന്നത്. 60 വർഷം കഴിഞ്ഞ ഒരു സ്കൂളിൽ ഇത്രയും പൂർവ്വ വിദ്യാർത്ഥികൾ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അല്ലേ നമ്മൾ പറയുന്നത് ഒരു വട്ടം കൂടി എന്നോർമകൾ തിരയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അപ്പൊ നമ്മള് ഈ മോഹമില്ലാത്ത ആരും എൻ്റെ മുന്നിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ആ ബാല്യകാല സ്മരണകൾ നമ്മൾ ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ആ ബാല്യകാല സ്മരണകൾ അയർവിറക്കുന്നതിനു വേണ്ടി PTA പ്രസിഡന്റ് PB മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ മുഖ്യപ്രഭാഷണം നടത്തി. ഗായകൻ ഗോവിന്ദ് പ്രതിഭകളെ ആദരിച്ചു. മനോമോഹനൻ, പ്രധാന അധ്യാപിക EC ജെസി, വാർഡ് മെമ്പർ OA ജൻറിൻ, KY അസീസ്, അഹമ്മദ് കബീർ കാക്കാശ്ശേരി എന്നിവർ സംസാരിച്ചു. കൊപ്രക്കളം ഹെറിറ്റേജ് ഹോട്ടലിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊപ്രക്കളം ഹെറിറ്റേജിനെതിരായി നടക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരെയും തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കൊപ്രക്കളത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഈ വ്യവസായം തകർക്കുവാൻ നടക്കുന്ന തൽപരരെ തിരിച്ചറിയുക. ഞങ്ങളുടെ തൊഴിലിനെ സംരക്ഷണം തരുമോ കക്ഷികളെ? ഇല്ല, വില പോവില്ല. നിങ്ങളുടെ ലക്ഷ്യം വില പോവില്ല. ഈ ഹോട്ടൽ പൂട്ടില്ല. ഇല്ല, വില പോവില്ല. നിങ്ങളുടെ ലക്ഷ്യം വില പോവില്ല. ഈ ഹോട്ടൽ പൂട്ടില്ല. വലിയ ഹെറിറ്റേജിൽ നടക്കുന്ന കുപ്രചാരം അവസാനിപ്പിക്കുക. വലിയ ഹെറിറ്റേജിൽ നടക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. തുടർന്ന് നടന്ന യോഗം സംയുക്ത സമരസമിതി കൺവീനർ KA ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. KR രാജൻ അധ്യക്ഷത വഹിച്ചു. വാസുദേവൻ, KK ബാബുരാജ്, BB ശിവദാസ് എന്നിവർ സംസാരിച്ചു. പട്ടിക്കടകളിൽ പോലും നിയമവിരുദ്ധമായ പുകയില ഉൽപ്പന്നങ്ങളും മറ്റ് മദ്യവും എല്ലാം വിറ്റു വരുന്നത് ഈ സാമൂഹ്യ പ്രവർത്തകർ എന്തുകൊണ്ട് കാണുന്നില്ല? നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് ആ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും
നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം സഹകരണം ഇതിന് അത്യാവശ്യമായി വന്നിരിക്കുന്നു. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ അതുല്യം 2015 ചന്ദ്രാപ്പിനി GLP സ്കൂളിൽ നടന്നു. ഇതിനോടനുബന്ധിച്ച് പഠിതാക്കൾക്ക് നേത്ര പരിശോധനയും നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. 1991 ഒരു ഐഷുമത്ത മലപ്പുറം ജില്ലയിലെ ഐഷുമത്ത കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ വെച്ച് നടത്തി. അന്ന് ആ പരിപാടി ഇന്ത്യൻ പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചങ്ങന്തര ദയാൽ ശർമ്മ ആയിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളെപ്പോലെ കുത്തിയിരുന്ന് പഠിച്ച് മുഴുവൻ അക്ഷരവും സ്വായത്തമാക്കിയതിന് ശേഷം വലിയ ജനാവലിക്ക് മുമ്പിൽ അന്ന് മുഖ്യമന്ത്രി നായനാരാണ് മാനാഞ്ചിറ മൈതാനത്തെ 10,000-കണക്കിന് ജനങ്ങളുടെ മുമ്പാകെ നിന്നുകൊണ്ടാണ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഗീത മോഹൻദാസ്, സജിത, ഉണ്ണികൃഷ്ണൻ, സ്വപ്ന എന്നിവർ പങ്കെടുത്തു. ഇൻഷുറൻസ് തുക കുത്തനെ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് CITU ഓട്ടോ ലൈറ്റ് മോട്ടോഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. IK വിഷ്ണുദാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ബിജു അധ്യക്ഷനായി. PA ഷെജീർ, PA ഷിനു, സതീശൻ പുത്തൂർ, KG കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ ഭാഗമായി 3450 രൂപ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി 5916 രൂപ അടയ്ക്കേണ്ട അവസ്ഥയാണുള്ളത്. ഒരു ടാക്സിക്കാരനാണ് എന്നുണ്ടെങ്കിൽ ആ ടാക്സിക്കാരൻ 8000 രൂപയാണ് അടച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ 16000 രൂപയാണ് ഇപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത്. 12000 രൂപ മാത്രം 1500 cc വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയം അടക്കേണ്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് 23,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലപ്പാട് പഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 15,66,938 രൂപ വരവും 14,88,20,300 രൂപ ചിലവും 77,80,638 രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമീണ റോഡുകൾക്ക് 70 ലക്ഷം രൂപയും വലപ്പാട് ഗ്രൗണ്ടിലും 4 ബീച്ചുകളിലും LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 15 ലക്ഷം രൂപയും ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 50 ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 80 ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 40 കോടി രൂപയും ശുദ്ധജല പദ്ധതിക്കായി 10 ലക്ഷം രൂപയും കോതകുളം സൗന്ദര്യവൽക്കരണത്തിന് 10 ലക്ഷം രൂപയും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ബീന ജയ്ഘോഷ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജ് വെൽഫെയർ സൊസൈറ്റി കോളേജിൽ നിർമ്മിക്കുന്ന ലൈബ്രറി കോംപ്ലക്സിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് ഈ മാസം 30 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ, KV സദാനന്ദൻ, ഉണ്ണികൃഷ്ണൻ തഷ്നാഥ്, പ്രൊഫസർ KU അരുണൻ, പ്രൊഫസർ TR ഹാരി എന്നിവർ ചേർന്ന് ചടങ്ങ് നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ C അനിത ശങ്കർ, സെക്രട്ടറി പ്രൊഫസർ PS ശ്രീജിത്ത്, PM ശരത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരിടവേള.